ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൽപ്പനയേക്കാൾ ആരെങ്കിലും പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ അവരെ വളരെ കർക്കശമായിട്ടാണ് കർത്താവ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരോടുള്ള കർത്താവിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവകൽപ്പനകൾ ഉപേക്ഷിച്ച് മാനുഷിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത് സ്വന്തം പാരമ്പര്യങ്ങൾ പാലിക്കുവാൻ വേണ്ടി കൗശലപൂർവം ഉപായത്തോടെ നിങ്ങൾ ദൈവകൽപ്പനകളെ അവഗണിക്കുന്നു എന്നാണ്. ഇത് പറയാനുള്ള പശ്ചാത്തലം, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പരീശന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, നിൻ്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ പാരമ്പര്യം അനുഷ്ഠിക്കുന്നില്ല. ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഭക്ഷണത്തിന് മുമ്പ് കൈകൾ കഴുകണം, എന്നാൽ നിൻ്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈകൊണ്ട്, അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. നീ എന്താണ് അതിന് ഉത്തരം പറയുന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് യേശു അവരോട്, കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ചാണ് യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശാസിക്കുന്നു. യേശു പറഞ്ഞു, മർക്കോസ് 7:6, ഈ ജനം അധരങ്ങൾ കൊണ്ടെന്നെ ആദരിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ എന്നെ ആരാധിക്കുന്നത് വ്യർത്ഥമായിട്ടാണ്. അവർ മനുഷ്യരുടെ നിയമങ്ങൾ അവരുടെ പ്രമാണങ്ങളായിട്ട് കണ്ട് അതാണ് പഠിപ്പിക്കുന്നത്. അവർ ദൈവകൽപ്പനകൾ ഉപേക്ഷിച്ചിട്ട് മാനുഷികമായ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നു. എത്ര വേദനയോടെ ആയിരിക്കും കർത്താവ് ഈ കാര്യം പറഞ്ഞത്. പാരമ്പര്യങ്ങൾ ആണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് അവർ വിശ്വസിച്ചു. അത് അങ്ങനെ തന്നെ അവർ ജീവിച്ചു പോന്നു. ഇന്നും ഇങ്ങനെയുള്ള ആളുകൾ വളരെയുണ്ട്. ദൈവവചനവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ അനുസരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള ഉത്തരം, ഇത് പാരമ്പര്യമാണ്. ഞങ്ങളുടെ അപ്പനും വല്യപ്പനും ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ പാരമ്പര്യമനുസരിച്ചാണ് ചെയ്തു പോന്നിരുന്നത്. പിതാക്കന്മാർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് പിന്നീടുള്ള തലമുറകൾ അനുവർത്തിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നത് പൈശാചികമല്ലേ? പിതാക്കന്മാർക്ക് തെറ്റുപറ്റിയെങ്കിൽ ആ പാരമ്പര്യമാണോ തലമുറകൾ ചെയ്യേണ്ടത്? ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം നാം ധൈര്യമുള്ളവരാണെങ്കിൽ, ഉറപ്പുള്ളവരാണെങ്കിൽ ആ ശരിയുടെ പക്ഷത്തല്ലേ നിൽക്കേണ്ടത്? യേശു അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക, വാർദ്ധക്യത്തിൽ അവരെ പരിപാലിക്കുക എന്നുള്ള കാര്യങ്ങൾ ദൈവം വ്യക്തമായി കൊടുത്ത ഒരു കൽപ്പനയാണ്. ആവർത്തന പുസ്തകം 5:16 പുറപ്പാട് പുസ്തകം 21:17 ഇതിനെ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ ഹിതം വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഉപായികളായ സൂത്രശാലികളായ പരീശന്മാർ മാതാപിതാക്കളെ കരുതാതിരിക്കുവാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി, ആ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാരമ്പര്യമാണ് ഖുർബാൻ എന്ന ഒരു സംഭവം എന്ന് യേശു പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7:10 നമുക്കത് കാണാം. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്നും അപ്പനെയോ അമ്മയെയോ ശപിക്കുന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകണമെന്നും മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ, ഒരാൾ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ, ഞാൻ നിങ്ങൾക്ക് നൽകേണ്ട സഹായം എനിക്ക് നൽകുവാൻ പറ്റില്ല, ആ പണം ഞാൻ ദൈവത്തിനുള്ള വഴിപാടായിട്ട് നേർന്നു പോയല്ലോ, അതിന് ഖുർബാൻ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഖുർബാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംരക്ഷിക്കേണ്ട, നിങ്ങൾക്ക് സഹായം നൽകേണ്ട പണം ഞാൻ ദൈവാലയത്തിൽ വഴിപാടായിട്ട്, ദൈവത്തിന് വഴിപാടായിട്ട് കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞാൽ പിന്നീട് അപ്പനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ പിതാവിനോ മാതാവിനോ വേണ്ടി പിന്നീട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ഈ ഖുർബാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് അനുവാദം ഇല്ലായിരുന്നു.
ഇപ്രകാരം പരമ്പരാഗതമായ സമ്പ്രദായങ്ങളിലൂടെ ദൈവകൽപ്പനയെ അസാധുവാക്കുന്ന പ്രവണതയെ, അതുമാത്രമല്ല കർത്താവ് പറഞ്ഞു, ഇതുമാത്രമല്ല ഇതുപോലെയുള്ള പലതും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ, പാരമ്പര്യങ്ങൾ, തെറ്റായ ചില ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ചില ശീലങ്ങൾ ദൈവകൽപ്പന ദുർബലപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കാര്യം നാം നമ്മെ തന്നെ വിധിക്കുക. നാം ദൈവകൽപ്പനയ്ക്കാണോ അതോ പാരമ്പര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? പാരമ്പര്യമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവകൽപ്പനയെ അവഗണിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനം എണ്ണപ്പെടുകയില്ല. കപടഭക്തിക്കാര എന്നായിരിക്കും ദൈവം നമ്മെ വിളിക്കുന്നത്. നാം പരിഗണിക്കേണ്ടത് ദൈവകൽപ്പനകൾക്കാണ്. അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാനുള്ള ഒരനുസരണം ആണ് നമുക്കാവശ്യം. വചനത്തിലേക്ക് നാം മടങ്ങി വരണം. കർത്താവ് പറഞ്ഞത് നമുക്ക് പ്രവർത്തിക്കുവാൻ മനസ്സുണ്ടാകണം. കർത്താവ് പറയുന്നത് അല്ലാതെ മറ്റൊന്നും നാം ചെയ്യുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് യേശു നമ്മളെ വീണ്ടെടുത്തത് തൻ്റെ വിലയേറിയ രക്തത്താലാണെന്ന് വചനം പറയുമ്പോൾ, വീണ്ടും വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പിലേക്ക് തിരിയാതിരിപ്പാൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ശരിയായ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാനും ദൈവവചനം അനുസരിപ്പാനും ഞങ്ങൾക്ക് കൃപ തരണം. തെറ്റായ പാരമ്പര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് വിട്ട് ഓടുവാനുള്ള കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.